Alhamdulillah. Nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi wa na'udzu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlilhu fala hadiya lahu. ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس أوصيكم عباد الله وإياي أولا بتقوى الله وأقيموا الصلاة وآتوا الزكاة ولا تكونوا من المشركين. قال الله تعالى في قرآنه الكريم: وإذ قال عيسى ابن مريم يا بني إسرائيل إني رسول الله إليكم مصدقا لما بين يدي من التوراة ومبشرا يأتي من بعد اسمه أحمد. فلما جاءهم بالبينات قالوا هذا سحر مبين. صدق الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ച് മുത്തഖീങ്ങളായി യഥാർത്ഥ മുഅ്മിനീങ്ങളായി ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുത്തഖീങ്ങളിൽ ഉൾപ്പെടാൻ നാം ഏവരെയും തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹുവിൻ്റെ മഹത്തായ ഫള് കൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. കഴിഞ്ഞ ഖുതുബയിൽ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില പ്രവചനങ്ങൾ അദ്ദേഹത്തിൻ്റെ കാലത്ത് തന്നെ പുലർന്നതും അദ്ദേഹത്തിൻ്റെ കാലശേഷം പുലർന്നതുമായ ചില പ്രവചനങ്ങളെ കുറിച്ച് പറയുകയുണ്ടായി. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെക്കുറിച്ച് പൂർവ പ്രവാചകന്മാർ പ്രവചനം നടത്തിയിട്ടുണ്ട്. ഞാനിവിടെ ഓതിവെച്ച ആയത്ത് സൂറത്ത് സഫിലെ 6-ാമത്തെ ആയത്താണ്. ഈസാ നബി അലൈഹിസ്സലാം
അദ്ദേഹം ഇസ്രായേൽ ജനസമൂഹത്തോട് പറയുന്ന കാര്യങ്ങളാണ് വളരെ ചുരുക്കി അള്ളാഹു ഇവിടെ പറയുന്നത്. വഇദ് ഖാല ഈസ ഇബ്നു മറിയം, മറിയമിന്റെ പുത്രൻ ഈസ അലൈഹിസ്സലാം പറഞ്ഞു, യാ ബനി ഇസ്രായീല, ഇസ്രായേൽ മക്കളെ, ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും, ഞാൻ നിങ്ങളിലേക്ക് വന്ന പ്രവാചകനാണ്, അള്ളാഹുവിന്റെ ദൂതനാണ്. മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിനത് തൗറാത്തി, പുതിയ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. തൗറാത്തിൽ അള്ളാഹു എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് ഞാനും പറയുന്നത്. വ മുബശ്ശിറൻ, ഞാനൊരു സന്തോഷവാർത്ത അറിയിക്കുന്നു. ബി റസൂലിൻ, ഒരു പ്രവാചകനെ സംബന്ധിച്ച്. യഅ്തി, ആ പ്രവാചകൻ വരും. മിൻ ബഅദിഹി, മിൻ ബഅദി, എൻ്റെ ശേഷം, എൻ്റെ കാലശേഷം. ഇസ്മുഹു, ആ പ്രവാചകന്റെ പേര് അഹ്മദ്, അഹ്മദ് എന്നായിരിക്കും. അഹ്മദ് മുഹമ്മദ് രണ്ടും ഏതാണ്ട് ഒന്ന് തന്നെയാണ്. അപ്പൊ എൻ്റെ കാലശേഷം അള്ളാഹു ഉദ്ദേശിക്കുന്ന ഒരു സമയത്ത് അഹ്മദ് എന്ന പേരുള്ള ഒരു പ്രവാചകൻ വരും. നിങ്ങൾ ആ പ്രവാചകനെ അംഗീകരിക്കണം, ആ പ്രവാചകന്റെ അനുയായികളായിട്ട് ജീവിക്കണം എന്ന ഒരു സന്തോഷ വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. അപ്പോൾ ഈസാ നബി അലൈഹിസ്സലാം അറിയിച്ച ആ സന്തോഷ വാർത്തയാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിലെ സൂറത്ത് അഅറാഫിൽ മറ്റൊരു ആയത്തിൽ അല്ലാഹു ഇപ്രകാരം പറയുന്നു, അല്ലദീന യത്തബിഊന അർ-റസൂല നബിയ്യൽ ഉമ്മിയ്യ അല്ലദീ യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫി തൗറാത്തി വൽ ഇൻജീൽ. സൂറത്ത് അഅറാഫിലെ 157-ാമത്തെ ആയത്താണ്. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണ്? നിങ്ങൾ ഈ പിൻപറ്റുന്ന മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹത്തെ കുറിച്ച് മക്തൂബൻ, രേഖപ്പെട്ട് കിടക്കുന്നു. ഫി തൗറാത്തി വൽ ഇൻജീൽ, തൗറാത്തിലും ഇൻജീലിലും. ഇങ്ങനെ ഒരു പ്രവാചകൻ ആഗതനാകും എന്ന കാര്യം തൗറാത്തിൽ രേഖപ്പെട്ട് കിടക്കുന്നു, ഇൻജീലിൽ രേഖപ്പെട്ട് കിടക്കുന്നു. മൂസാ നബി അലൈഹിസ്സലാം അദ്ദേഹം നടത്തിയ പ്രവചനമുണ്ട്. ഈസാ നബി അലൈഹിസ്സലാം അദ്ദേഹം നടത്തിയ പ്രവചനമുണ്ട്. ഈ പ്രവാചകന്മാരുടെ പ്രവചനങ്ങളുടെ സാക്ഷാത്കാരമാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. അതുപോലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹം നടത്തിയ ശ്രദ്ധേയമായ ഒരു പ്രാർത്ഥന സൂറ ബഖറയിൽ 129-ാമത്തെ ആയത്തിൽ അല്ലാഹു എടുത്തുദ്ധരിക്കുന്നുണ്ട്. റബ്ബനാ വബഅസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിനാ. അല്ലാഹുവേ, ഇസ്മാഈൽ എന്ന എൻ്റെ ആ മകന്റെ പരമ്പരയിൽ നീ ഒരു പ്രവാചകനെ അയക്കണം. ആ പ്രവാചകനാകട്ടെ യത്ലു അലൈഹിം ആയാതിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ, അള്ളാഹുവിന്റെ വചനങ്ങൾ അവരെ പഠിപ്പിക്കുന്ന ഒരു പ്രവാചകനെ അള്ളാഹുവെ നീ അയക്കണമേ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം നടത്തിയ വളരെ ശ്രദ്ധേയമായ ഒരു പ്രാർത്ഥനയുണ്ട്. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയുടെ ഉത്തരമാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയും കാണാൻ കഴിയും. ഇനി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്ന ഒരു ചരിത്ര സംഭവമുണ്ട്. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു, ആ പേര് പോലെ തന്നെ അദ്ദേഹം പേർഷ്യക്കാരൻ ആയിരുന്നു. ഫാരിസി, പേർഷ്യക്കാരൻ. പേർഷ്യ എന്ന് പറയുമ്പോൾ ഞാൻ കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞ പോലെ മജൂസികളാണ് അവിടെ, അഗ്നി ആരാധകരാണ്. അദ്ദേഹം ജനിച്ചത് അഗ്നി ആരാധകരുടെ മാതാപിതാക്കളൊക്കെയുള്ള ആ ഒരു കുടുംബത്തിലാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. ഏതാണ് ശരി, ഈ അഗ്നി ഒരിക്കലും ദൈവമല്ല എന്ന് അദ്ദേഹത്തിന്റെ മനസ്സ് അദ്ദേഹത്തോട് പറഞ്ഞുകൊണ്ടിരുന്നു. ഏതാണ് സത്യം, അദ്ദേഹം അന്വേഷിക്കാൻ തുടങ്ങി. ഈ സംഭവം പറയുന്നത് അദ്ദേഹം തന്നെയാണ്. ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്ത ഹദീസ്, തിർമിദി, അതുപോലെ തന്നെ ഇമാം ഇബ്നു ഹിബ്ബാൻ, ഇവരെ പോലെയുള്ള പ്രഗത്ഭരായ മുഹദ്ദിസീങ്ങൾ ഈ ചരിത്ര സംഭവത്തെ റിപ്പോർട്ട് ചെയ്യുന്നു. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു തന്നെ അദ്ദേഹത്തിന്റെ ചരിത്രം പറയുന്നു. ഞാനിങ്ങനെ അന്വേഷിച്ചു, സത്യത്തെ അന്വേഷിച്ചു. ഞാൻ കുറെ യാത്ര ചെയ്തു. ഞാൻ ക്രൈസ്തവരുടെ ഒരു മഠത്തിൽ ചെന്നുപെട്ടു. സന്യാസിമാരുടെ ഒരു കേന്ദ്രത്തിൽ ഞാൻ ചെന്നുപെട്ടു. അങ്ങനെ ഞാൻ കുറച്ചു കാലം ക്രിസ്തു മതം സ്വീകരിച്ചു. അതാണ് സത്യമെന്ന്
ആ സന്ദർഭത്തിൽ എനിക്ക് തോന്നി ഞാൻ ക്രിസ്തു മതം സ്വീകരിച്ചു. അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കാതെ അവിടുത്തെ ഒരു സന്യാസിയായ ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ മരണം ആസന്നമായി. ആ സന്ദർഭത്തിൽ അദ്ദേഹം എന്നെ വിളിച്ചു. ഹദ്ദസനി സാഹിബി, അദ്ദേഹം എന്നോട് പറഞ്ഞു, അന്നഹു യബ്അസു നബിയൻ അലാ ദീനി ഇബ്രാഹിം, ഇബ്രാഹിമിന്റെ ദീനിൽ, ഇബ്രാഹിം അലൈഹിസ്സലാം അദ്ദേഹം പഠിപ്പിച്ച ദീനിൽ ഒരു പ്രവാചകൻ ഇനി വരാനുണ്ട് എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. ആ പ്രവാചകൻ, അദ്ദേഹത്തിന്റെ ചില പ്രത്യേകതകളും എന്നോട് അദ്ദേഹം പറയുകയുണ്ടായി. ബൈന കതുഫൈഹി ഖാതബുൻ നുബുവ, അദ്ദേഹത്തിന്റെ തോളിന്റെ ഭാഗത്ത് പ്രവാചകത്വത്തിന്റെ അടയാളമായിട്ട് ഒരു ചെറിയ അടയാളം കാണുവാൻ സാധിക്കും. യുഖ്ബലുൽ ഹദിയ, അദ്ദേഹം സമ്മാനങ്ങളൊക്കെ സ്വീകരിക്കും. വലാ യഅ്കുലു സദഖ, അദ്ദേഹം സക്കാത്ത് സ്വീകരിക്കുകയില്ല. ഇതാണ് ആ പ്രവാചകന്റെ അടയാളമെന്ന് ഈ മരണമാസന്നമായി കിടക്കുന്ന സന്യാസി എന്നോട് പറഞ്ഞു. അദ്ദേഹം അങ്ങനെ മരണപ്പെടുകയും ചെയ്തു. ഞാൻ അന്വേഷിക്കാൻ തുടങ്ങി, ഏതായിരിക്കും ആ പ്രവാചകൻ. അങ്ങനെ ഇരിക്കാതെ എനിക്ക് അറിവ് കിട്ടി, മക്കയിൽ ഒരു പ്രവാചകൻ വന്നിട്ടുണ്ട്. അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു പ്രവാചകൻ തന്നെയാണോ? ഞാൻ അന്വേഷിച്ച് അവിടേക്ക് യാത്ര ചെയ്തു. ആ പ്രവാചകന്റെ കൂടെ കുറച്ചു കാലം താമസിച്ചു. ഞാൻ അദ്ദേഹത്തിന് സക്കാത്തിൻ്റെതാണ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഈത്തപ്പഴം സമ്മാനിച്ചു. അദ്ദേഹം അത് സ്വീകരിച്ചില്ല. ഞാൻ മറ്റൊരു സന്ദർഭത്തിൽ ഇതെന്റെ ഹദിയ ആണ്, സമ്മാനമാണ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഈത്തപ്പഴം സമ്മാനിച്ചു. അത് അദ്ദേഹം സ്വീകരിച്ചു. ഞാൻ അദ്ദേഹത്തിൻ്റെ തോളിൻ്റെ ഭാഗം ശ്രദ്ധിക്കാൻ തുടങ്ങി. ഞാൻ ഈ പറയപ്പെട്ട അടയാളം കണ്ടു. ഖാതമുൻ നുബുവ, പ്രവാചകത്വത്തിൻ്റെ ആ സന്യാസി പറഞ്ഞ അടയാളം ഞാൻ അവിടെ കാണുകയുണ്ടായി. ആ നിമിഷം ഞാൻ ഇസ്ലാം സ്വീകരിച്ചു എന്ന് പറയുന്നത് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ആണ്. അപ്പൊ ഈ വിവരം എവിടെ നിന്നാണ് അദ്ദേഹത്തിന് കിട്ടിയത്? ബൈബിൾ പറയുന്നു, തോറ പറയുന്നു, പൂർവ പ്രവാചകന്മാർ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന് ആ വിവരം കൈമാറി. അദ്ദേഹം ആ യാഥാർത്ഥ്യം കണ്ടെത്തി. ഞാൻ അങ്ങനെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനാണ് എന്ന കാര്യം എനിക്ക് ബോധ്യമായത് അങ്ങനെയാണ് എന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഇസ്ലാം സ്വീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ സംഗതി ഇവിടെ പറയാൻ കാരണം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ റസൂലാണ്. നമ്മുടെ ഷഹാദത്ത് കലിമയിൽ നമ്മൾ പറയുന്ന ആ ഒരു വാചകം, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അള്ളാഹു ഏകനാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ ദൂതനാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അങ്ങനെ പറയുമ്പോഴാണ് നമ്മളൊക്കെയും യഥാർത്ഥ മുസ്ലിങ്ങളായി മാറുകയുള്ളൂ. അപ്പൊ ആ പ്രവാചകനെ യഥാർത്ഥത്തിൽ അംഗീകരിക്കുക, അദ്ദേഹം ഒരു ഹക്കാണ്, ഒരു സത്യമാണ്. ഉറച്ച മനസ്സോടെ, ഉറച്ച വിശ്വാസത്തോടെ അദ്ദേഹത്തെ അംഗീകരിക്കാൻ നമുക്ക് സാധിക്കണം. ഇനി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ചില പ്രവചനങ്ങൾ ഇനിയും ഫലിച്ചിട്ടില്ല. അതെപ്പോഴാണ് യാഥാർത്ഥ്യമാവുക നമുക്കറിയില്ല. അദ്ദേഹം പറഞ്ഞു, ലോകാവസാന നാള് അടുക്കാറാകുമ്പോൾ മഹ്ദി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ആഗതനാകും. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വളരെ സ്വഹീഹായ, പ്രാമാണികമായി രേഖപ്പെട്ട് കിടക്കുന്ന അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളില്ലാത്ത ഒരു പ്രവചനമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. മഹ്ദി എന്ന് പേരുള്ള, പക്ഷെ അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണുവാൻ കഴിയും മുഹമ്മദ് ഇബ്നു അബ്ദുള്ള എന്നായിരിക്കും. ചില ഹദീസ് ഗ്രന്ഥങ്ങളിൽ അഹ്മദ് എന്നും കാണുവാൻ കഴിയും, അഹ്മദ് ഇബ്നു അബ്ദുള്ള. ചില ഹദീസുകളിൽ മുഹമ്മദ് ഇബ്നു അബ്ദുള്ള, രണ്ടും അർത്ഥം ഏതാണ്ട് ഒരുപോലെയാണ്. മഹ്ദി എന്നും കാണുവാൻ കഴിയും. അറബി ഭാഷയിൽ മഹ്ദി എന്ന വാക്കിന്റെ അർത്ഥം മാർഗദർശി എന്നാണ്, വഴികാട്ടി എന്നാണ്.
ഹിദായത്തിലേക്ക് നയിക്കുന്നവൻ, അതായത് സന്മാർഗത്തിലേക്ക് വഴി കാണിക്കുന്നവൻ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഈ മെഹദി എന്ന ഇമാം മെഹദി അഥവാ നേതാവായിട്ട് ഇമാം മെഹദി വരും. എന്നിട്ട് അതിന്റെ ചില അടയാളങ്ങൾ, അദ്ദേഹത്തിന്റെ കുടുംബം ഏതായിരിക്കും, അദ്ദേഹത്തിന്റെ വംശം ഏതായിരിക്കും, അതിനെക്കുറിച്ചും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മിൻ ദുർരിയത്തി ഫാത്തിമ ബിൻത് മുഹമ്മദ് ഇബ്നു അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ, ആ ഒരു പരമ്പരയിലായിരിക്കും അദ്ദേഹം വരിക. വീണ്ടും അദ്ദേഹം പറഞ്ഞു, സുമ്മ മിൻ വലദി അൽ ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ഹസൻ, ആ ഹസന്റെ മക്കളുടെ പരമ്പരയിലായിരിക്കും അദ്ദേഹം വരിക. അതും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇനി എന്താണ് അടയാളം, അതിന്റെ സിഫത്ത് എന്തായിരിക്കും? ഒന്ന് രണ്ട് ചില അടയാളങ്ങളും അദ്ദേഹം പറയുകയുണ്ടായി. ഒന്ന്, അജലുൽ ജബഹ്, വളരെ വിശാലമായ നെറ്റിത്തടം ഉള്ള വ്യക്തിയായിരിക്കും അദ്ദേഹം. പിന്നീട് പറഞ്ഞു വഅഖ്നൽ അൻഫ്, വളരെ മനോഹരമായ പൗരുഷം ഇങ്ങനെ പ്രകടിപ്പിക്കുന്ന മൂക്കായിരിക്കും അദ്ദേഹത്തിനുണ്ടായിരിക്കുക. അദ്ദേഹം എവിടെ നിന്നാണ് വരിക? മഗ്രിബ് ആ ഭാഗത്ത് നിന്നായിരിക്കും, മശ്രിഖ് അവിടെ നിന്നായിരിക്കും വരിക. മദീനയിൽ നിന്നുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറയുന്നത്. അപ്പോൾ മദീനയിൽ നിന്നുകൊണ്ട് പറയുമ്പോൾ മശ്രിഖ് എന്ന് പറഞ്ഞാൽ അതിന്റെ വ്യാഖ്യാനം ഇറാഖിന്റെ ഭാഗം എന്നായിട്ട് വരും. മദീനയിൽ നിന്നുകൊണ്ട് മശ്രിഖ്, അതിന്റെ ഡയറക്ഷൻ ഇറാഖിന്റെ ഭാഗമായിട്ടാണ് വരിക. അപ്പൊ ആ ഒരു ഭാഗത്ത് നിന്നായിരിക്കും, അവിടെ ആയിരിക്കും അദ്ദേഹം ജന്മം കൊള്ളുക എന്നും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഇത് ഇനി പുലരാൻ ഉള്ള ഒരു പ്രവചനമാണ്. ഞാൻ കഴിഞ്ഞ ഖുതുബയിൽ പുലർന്ന പ്രവചനങ്ങളാണ് പറഞ്ഞത്. ഇത് പുലരാൻ ഉള്ള പ്രവചനമാണ്. ഇതിങ്ങനെ കേൾക്കുമ്പോൾ നമുക്കൊരു പക്ഷേ അങ്ങനെ മഹ്ദിയൊക്കെ വരുമോ, അതൊക്കെ ശരിയാണോ, സംഭവിക്കുമോ, ഒരു പക്ഷേ നമുക്കങ്ങനെ തോന്നാം. ഏതുപോലെ ഞാൻ കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞു, പേർഷ്യയെ റോം പരാജയപ്പെടുത്തും. കുറഞ്ഞ കാലത്തിന്റെ ഉള്ളിൽ, ഏതാണ്ട് 10 വർഷത്തിന്റെ ഉള്ളിൽ റോം പേർഷ്യയെ പരാജയപ്പെടുത്തും എന്ന് വിശുദ്ധ ഖുർആനാണ് പറഞ്ഞത്. പക്ഷെ അത് ഉൾക്കൊള്ളാനായിട്ട് ചില മുസ്ലിങ്ങൾക്കൊരു പ്രയാസം ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ സംഭവിക്കുമോ? കാരണം അത്രമേൽ റോം പരാജയപ്പെട്ടിരിക്കെ ഇനി ആ റോം പേർഷ്യയെ പരാജയപ്പെടുത്തുമോ? പക്ഷെ എന്താ സംഭവിച്ചത്? എന്നാൽ ഉറച്ചു വിശ്വസിച്ച മുസ്ലിങ്ങളും ഉണ്ടായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആ സമയമെത്തിയപ്പോ സംഭവിക്കേണ്ട കാര്യം സംഭവിച്ചു. ഇതുപോലെ ഇപ്പോ നമ്മുടെ ഇടയിൽ ചർച്ചയുണ്ട്, അങ്ങനെയൊക്കെ വരുമോ, അതൊക്കെ സത്യമാണോ? പക്ഷേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനങ്ങൾ ഓരോന്നോരോന്നായി പുലർന്നുകൊണ്ടിരിക്കെ മഹ്ദി എന്ന് പറയുന്ന മനുഷ്യൻ ആഗതനാകും. അതിൽ സംശയിക്കേണ്ടതില്ല, അത് ഉറപ്പുള്ള കാര്യമാണ്. അള്ളാഹുവിന്റെ ദൂതൻ സംസാരിക്കുന്നത് അള്ളാഹുവിന്റെ ദൂതന്റെ വാക്കുകളായിട്ടല്ല, അള്ളാഹുവിന്റെ ദൂതനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരിക്കുന്നത് അള്ളാഹു പറയുന്ന കാര്യങ്ങളാണ്, വഹ്യാണ്. എന്റേതായിട്ട് റസൂലിൻ്റെതായിട്ടൊന്നും അദ്ദേഹം പറയുന്നില്ല. അദ്ദേഹത്തിന്റെ സംസാരം വഹ്യാണ്, വഹി രൂപത്തിലാണ്. അള്ളാഹുവിന്റെ അദൃശ്യ ജ്ഞാനത്തിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഇനി ഇതുപോലെ തന്നെ മറ്റൊരു പ്രവചനമാണ് ദജ്ജാലുമായി ബന്ധപ്പെട്ട്. നമ്മളെപ്പോഴും നമസ്കരിക്കുമ്പോൾ അത്തഹിയാത്തിൽ ഇങ്ങനെ അവസാനമായി പറയുന്ന ഒരു പ്രയോഗമുണ്ട്, വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാതി വമിൻ ഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ. മസീഹ് ദജ്ജാൽ, അതായത് ദജ്ജാൽ എന്ന അറബി വാക്കിന്റെ ശരിയായ അർത്ഥം വ്യാജൻ എന്നാണ്, കള്ളൻ. അപ്പോൾ വ്യാജനായ, മനുഷ്യരെ വഴിപഴപ്പിക്കുന്ന, തിന്മയിലേക്ക് നയിക്കുന്ന ഒരു ശക്തി, മനുഷ്യരെ വഞ്ചനയിലും ചതിയിലും പെടുത്തുന്ന ഒരു ശക്തി, ആ ശക്തിക്ക് അറബിയിൽ പറയുന്ന പേരാണ് ദജ്ജാൽ. അത് പൊതുവെ പറയും.
അപ്പോൾ അത്തഹിയ്യാത്തിൽ നമ്മൾ നടത്തുന്ന പ്രാർത്ഥന അള്ളാഹുവെ വഴിപഴപ്പിക്കുന്ന വ്യാജനായ മസീഹ്, ദുഷ്ടനായ, അത് ഏതുമാകാം, ആരുമാകാം, അങ്ങനെയുള്ള എല്ലാ ദജ്ജാലിൻ്റെ ഈ ദുഷ്ടന്മാരുടെ ഉപദ്രവങ്ങളെ തൊട്ട് ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ എന്നാണ്. പക്ഷെ ഇവിടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകാവസാന നാളിൽ ഒരു ദജ്ജാൽ വരും എന്ന് പറയുന്നു. അത് നമ്മൾ അത്തഹിയ്യാത്തിൽ പറയുന്ന ദജ്ജാൽ, ആ ദജ്ജാൽ അല്ല. ലോകാവസാന നാളിൽ കടന്നു വരുന്ന ഒരു ദജ്ജാൽ, ഒരു കള്ളൻ, ഒരു അക്രമി. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് മാ ബൈന ഖുലുഖ ആദം നബിയുടെ മക്കൾ അനുഭവിക്കാൻ പോകുന്ന, അഥവാ മനുഷ്യ സമുദായം, മനുഷ്യ സമൂഹം അനുഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ പരീക്ഷണം അത് മസീഹു ദജ്ജാലായിരിക്കും. ദജ്ജാലാണ്, ദജ്ജാലിന്റെ പരീക്ഷണമാണ്. ഈ ദജ്ജാലിനെ സംബന്ധിച്ചും അതിന്റെ വിശേഷണങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്. അദ്ദേഹം ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കും. അതിനുള്ള കഴിവും പ്രാപ്തിയും അദ്ദേഹത്തിനുണ്ടായിരിക്കും. മക്കയിലും മദീനയിലും അദ്ദേഹത്തിന് പ്രവേശിക്കാൻ കഴിയില്ല. മദീന അഥവാ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൗള ഷരീഫുള്ള മദീനയിലേക്ക് ഈ പറയുന്ന ദജ്ജാലിന് പ്രവേശിക്കാൻ കഴിയില്ല. മക്ക ഹറമിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. ഇത് രണ്ടും ഒഴിച്ച് ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ദജ്ജാൽ എത്തിപ്പെടും. ഈ ദജ്ജാൽ അത്ഭുതങ്ങൾ കാണിക്കും, മരിച്ചവരെ ജീവിപ്പിക്കും. അത് മാജിക്കാണ്, കൺകെട്ടി വിദ്യയാണ്. പക്ഷേ ജനങ്ങൾ അത് കണ്ടിട്ട് ഇദ്ദേഹം ദൈവസമാനമാണ്, ദൈവമാണ്, ദൈവത്തിന്റെ എന്തോ ആണ് എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ദജ്ജാലിന്റെ കൂടെ ചേരും. മഹാഭൂരിപക്ഷം മനുഷ്യരും ദജ്ജാലിന്റെ ഒപ്പം ചേരും. അദ്ദേഹത്തിന്റെ അത്ഭുതങ്ങൾ, എൻ്റെ കയ്യിൽ സ്വർഗമുണ്ട്, എൻ്റെ കയ്യിൽ നരകമുണ്ട് എന്ന് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതൊക്കെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ദജ്ജാലുമായി ബന്ധപ്പെട്ട് നമ്മോട് പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പൊ ഇത്രയും കാലം മനുഷ്യർക്കിടയിൽ അള്ളാഹു നടത്തിയ പരീക്ഷണങ്ങളിൽ ഏറ്റവും വലിയ പരീക്ഷണമായിട്ടാണ് ദജ്ജാല് വരിക. ഈ ദജ്ജാല് ഇമാം മഹ്ദിയുമായിട്ടുള്ള ഒരു പോരാട്ടം നടക്കുന്നു. അന്ന് മുസ്ലിം സമുദായത്തിന്റെ നേതൃത്വം വഹിക്കുന്ന വ്യക്തി ഇമാം മഹ്ദി ആയിരിക്കും. മഹ്ദി ഇമാമിന്റെ കൂടെ നീതിക്ക് വേണ്ടി, സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന സകല മനുഷ്യരും, സത്യവിശ്വാസികളായ സകല മനുഷ്യരും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടാകും. അദ്ദേഹത്തെ നേതാവായിട്ട് തെരഞ്ഞെടുക്കും. ദജ്ജാലിന്റെ കൂടെ ബാക്കിയുള്ള അക്രമത്തെയും അരാജകത്വത്തെയും ആഗ്രഹിക്കുന്ന സകല മനുഷ്യരും അദ്ദേഹത്തിന്റെ കൂടെ അണിനിരക്കും. ശക്തമായ പോരാട്ടം നടക്കും, ശക്തമായ യുദ്ധം, ഇന്നേ വരെ ലോകം കാണാത്ത യുദ്ധം, അതിഭയാനകമായ ഭീകരമായ യുദ്ധം, ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഭയാനകമായ യുദ്ധം നടക്കും. ആ യുദ്ധം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാതെയാണ് ഈസാ നബി അലൈഹിസ്സലാം വരുന്നത്. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു പ്രവചനമാണ്. ഇനി പുലരാൻ പോകുന്ന പ്രവചനം. ഈസാ നബി അലൈഹിസ്സലാം അദ്ദേഹം ഒരു അത്ഭുതമാണ്. അദ്ദേഹത്തിന്റെ ജനനം നമുക്ക് അത്ഭുതമായിരുന്നു. പിതാവില്ലാതെ ജനിച്ചു, എങ്ങനെയെന്ന് ആർക്കും അറിയില്ല. കുൻ ഫയകൂൻ, അതിനെ സംബന്ധിച്ച് പടച്ചവൻ പറഞ്ഞത് ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുണ്ടായി. അല്ലാതെ മനുഷ്യർ ജനിക്കുന്ന പോലെയല്ല ഈസാ നബി അലൈഹിസ്സലാം ജനിച്ചത്. അത്ഭുതമാണ്. ഈസാ നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചിട്ടില്ല. അതൊരു അത്ഭുതമാണ്. എന്ത് സംഭവിച്ചു ആർക്കും അറിയില്ല. അള്ളാഹു തന്ന ഉത്തരം റഫഅഹുല്ലാഹു ഇലൈഹി, അള്ളാഹുവിലേക്ക് ഉയർത്തി. അത്ര അറിഞ്ഞാൽ മതി. ബാക്കി നമ്മുടെ മസ്തിഷ്കത്തിലേക്ക് വരില്ല. മനുഷ്യർക്ക് ചിന്തിക്കാനോ പഠിക്കാനോ സാധിക്കാത്ത അദൃശ്യമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈസാ നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ജനനം അത്ഭുതമാണ്. അദ്ദേഹത്തിന്റെ തിരോധാനം എന്ന് വേണമെങ്കിൽ പറയാം. ഈ തിരോധാനവും അത്ഭുതമാണ്. എന്താ സംഭവിച്ച ആർക്കും അറിയില്ല. ഇപ്പൊ എവിടെ അതും അറിയില്ല. പക്ഷേ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ സുഖ്റുഫിലെ 61-ാമത്തെ ആയത്തിൽ പറയുന്നു, വഇന്നഹു ലഇൽമുൽ ലിസ്സാഅ, അന്ത്യനാളിന്റെ അടയാളമാണ്. വഇന്നഹു, തീർച്ചയായും ഈസാ നബി അലൈഹിസ്സലാം
അന്ത്യനാളിന്റെ അടയാളമാകുന്നു. എന്തായി പറഞ്ഞതിന്റെ അർത്ഥം? ഈസാ നബി അലൈഹിസ്സലാം അന്ത്യനാളിന്റെ അടയാളമാകുന്നു എന്ന് പറഞ്ഞാൽ ഈസാ നബി അലൈഹിസ്സലാം വരുന്നത് അന്ത്യനാളിന്റെ അടയാളമാകുന്നു. ഖുർആൻ തന്നെ പറയുന്നുണ്ട്, ഫലാ തംതറുന്ന ബിഹാ, അതിനെക്കുറിച്ച് നിങ്ങൾ സംശയിക്കേണ്ടതില്ല. ഒരിക്കലും ഒരു രൂപത്തിലും അല്പം പോലും സംശയിക്കേണ്ടതില്ല. അന്ത്യനാളിന്റെ അടയാളമാണ് ഈസാ നബി അലൈഹിസ്സലാം, അദ്ദേഹത്തിന്റെ വരവ്. അപ്പൊ ഖുർആൻ തന്നെ ആ സംഗതി പറയുന്നു. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ധാരാളം ഹദീസുകളുണ്ട് ആ വിഷയത്തിൽ. അപ്പൊ ഈസാ നബി അലൈഹിസ്സലാം ഇങ്ങനെ ഇറങ്ങി വരുമ്പോ ഇവിടെ നടക്കുന്ന സംഗതി എന്താണ്? ഇമാം മഹ്ദിയുടെ നേതൃത്വത്തിൽ നന്മേച്ചിക്കളായ മനുഷ്യർ പോരാടിക്കൊണ്ടിരിക്കുന്നു. ദജ്ജാലിന്റെ നേതൃത്വത്തിൽ തിന്മേച്ചിക്കളായ മനുഷ്യർ പോരാടിക്കൊണ്ടിരിക്കുന്നു. നന്മയും തിന്മയും തമ്മിലുള്ള ശക്തമായ പോരാട്ടം നടക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങി വരുന്നത്. ഇമാം മഹ്ദി ആകട്ടെ മുസ്ലിം സമുദായത്തിന്റെ നേതൃത്വം അദ്ദേഹത്തിന് കൈമാറുന്നു. ഫയൻസിലു ഈസാ ഇബ്നു മറിയം, ഈസാ നബി അലൈഹിസ്സലാം ദജ്ജാലിന്റെ പുറകെ വരുന്നു. ഫയത്ലുബുഹു, അദ്ദേഹം ദജ്ജാലാകട്ടെ പേടിച്ചോടുന്നു. ഹത്താ യുദ്രിക്കുഹു, അങ്ങനെ ദജ്ജാൽ നാടുവിടുന്നു. ബിബാബി ലുദ്ദ, ലുദ്ദ എന്ന പ്രദേശത്തെ ദജ്ജാൽ എത്തിച്ചേരുന്നു. ലുദ്ദ. ഫയഖ്തുലുഹു, ഈസാ നബി അലൈഹിസ്സലാം ദജ്ജാലിനെ അവിടെ വെച്ച് വധിക്കുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പേര് കൂടി പറയുന്നു, ലുദ്ദ, ബാബ് ലുദ്ദ. ഈ ലുദ്ദ എന്ന പ്രദേശം ഇപ്പൊ എവിടെയാണ്? ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിലാണ്. ടെൽ അവീവിൽ നിന്ന് 15 കിലോമീറ്റർ കിഴക്ക് ഭാഗത്താണ് ലുദ്ദ എന്ന പ്രദേശം നിലനിൽക്കുന്നത്. അതിന്ന് വലിയ ഒരു അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. അവിടെ ദജ്ജാൽ എത്തപ്പെടുമെന്ന് 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. നമുക്കൊരു പക്ഷേ വിശ്വസിക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും. നമ്മൾ ഒരുപക്ഷെ ഈ ഹദീസൊക്കെ വ്യാജമാണ്, ദുർബലമാണ്, ഉസ്താദ് ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇതൊക്കെ എങ്ങനെ വിശ്വസിക്കുമെന്നൊക്കെ നിങ്ങൾക്ക് തോന്നാം. പക്ഷേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനങ്ങളൊക്കെ ഓരോന്നോരോന്നായി പുലർന്നിട്ടുണ്ടെങ്കിൽ ഇതും പുലരും. ഞാൻ കഴിഞ്ഞ ഖുതുബയിൽ കുറച്ച് കാര്യങ്ങളെ പറഞ്ഞുള്ളൂ. പുലർന്ന പ്രവചനങ്ങൾ കുറച്ചു മാത്രമേ പറഞ്ഞുള്ളൂ. ഒരുപാട് പ്രവചനങ്ങൾ പുലർന്നതായിട്ട് വേറെയും കിടപ്പുണ്ട്. സമയത്തിന്റെ പരിമിതി കൊണ്ടാണ് അത് പറയാതിരുന്നത്. ഇത് പുലരാൻ പോകുന്ന പ്രവചനങ്ങളാണ്. മഹ്ദി ഇമാമിന്റെ വരവ്, ദജ്ജാലിന്റെ വരവ്, ഈസാ നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ വരവ്. ഒരുപാട് ഹദീസുകളുണ്ട്. ലുദ്ദ എന്ന സ്ഥലത്ത് വച്ച് ദജ്ജാൽ വധിക്കപ്പെടുന്നു. ദജ്ജാൽ വധിക്കപ്പെടുക, ദജ്ജാൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. ഒരു ഭീകരനായ ജീവിയൊന്നും അല്ല, അത് മനുഷ്യനാണ്. എന്നെ പോലെ നിങ്ങളെ പോലെ ഒരു മനുഷ്യൻ. പക്ഷെ എന്തുകൊണ്ട് ദജ്ജാൽ എന്ന് വിളിച്ചു? ആ മനുഷ്യന്റെ ക്രൂരത, ആ മനുഷ്യന്റെ കാപട്യം, ആ മനുഷ്യന്റെ അക്രമ സ്വഭാവം, അദ്ദേഹം ആഗ്രഹിക്കുന്നത് തിന്മയാണ്. അങ്ങനെയുള്ള ഒരു മനുഷ്യന് അറബിയിൽ പറയുന്ന പേരാണ് ദജ്ജാൽ. അല്ലാതെ ഭീകരനായ, കണ്ടാൽ പേടി തോന്നുന്ന പ്രേതം പോലെ ഇരിക്കുന്ന ഒരു ജീവിയാണ് ദജ്ജാൽ എന്നാരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. മനുഷ്യനാണ്. ഇപ്പോൾ നെതന്യാഹു, അദ്ദേഹത്തെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്, നല്ല ഭംഗിയുള്ള ഒരു മനുഷ്യൻ. പക്ഷെ അദ്ദേഹത്തിന്റെ ക്രൂരതയോ അദ്ദേഹം ചെയ്തു കൂട്ടുന്ന തിന്മകളോ നമുക്കറിയാമല്ലോ. ഡൊണാൾഡ് ട്രംപിനെ കാണാൻ നല്ല ഭംഗിയാണ്, പക്ഷേ അദ്ദേഹം ചെയ്തു കൂട്ടുന്ന തിന്മകളോ. അതേപോലെ ഈ ഉള്ള മനുഷ്യൻ തന്നെയാണ് ദജ്ജാൽ, അല്ലാതെ പ്രത്യേക ജീവിയല്ല. ഒറ്റക്കണ്ണ് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ കുറിച്ച് പറയുകയുണ്ടായി. ഒറ്റക്കണ്ണൻ ദജ്ജാൽ. എന്താണ് ഒറ്റക്കണ്ണ് എന്ന് പറഞ്ഞാൽ? തിന്മയെ കുറിച്ച് മാത്രം നോക്കുന്ന, തിന്മയിലേക്ക് മാത്രം നോക്കുന്ന, നന്മയിലേക്ക് നോക്കാത്ത, സ്നേഹമില്ലാത്ത, കാരുണ്യമില്ലാത്ത, അക്രമവും കാപട്യവും മാത്രമുള്ള ഒരൊറ്റ നോട്ടം. അതാണ് ഒറ്റക്കണ്ണ് എന്ന് പറഞ്ഞാൽ. അങ്ങനെയുള്ളൊരു മനുഷ്യൻ.
ഒരു പക്ഷേ അയാൾക്ക് 2 കണ്ണുണ്ടാകാം, പക്ഷേ അയാളുടെ നോട്ടവും അയാളുടെ ചിന്തയും ഒറ്റ കാര്യം മാത്രമായിരിക്കും. അതുകൊണ്ടായിരിക്കാം ഒറ്റക്കണ്ണൻ എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാനുള്ള കാരണം. അപ്പൊ ലോകം അതിന്റെ ക്ലൈമാക്സിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക, ലോകം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക, അതിന്റെ ക്ലൈമാക്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു, അതിന്റെ അവസാനത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പ്രവചനങ്ങൾ ഇനി പുലരാൻ പോകുന്നു. അതിഭയാനകമായ യുദ്ധത്തിലേക്ക് ലോകമെത്താൻ പോകുന്നു. ഈസാ നബി അലൈഹിസ്സലാം നന്മയുടെ പക്ഷം അവിടെ വിജയിക്കുന്നു. അങ്ങനെ കുറച്ചു കാലം കൂടി ലോകം മുന്നോട്ട് പോകുന്നു. ഈസാ നബി അലൈഹിസ്സലാം അവസാനം ശരിയായ രൂപത്തിൽ മരണപ്പെടുന്നു. റൗള ഷരീഫിനോട് ചേർന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറമാടപ്പെട്ട സ്ഥലത്ത് കുറച്ച് സ്ഥലം മാറ്റിയിട്ടിട്ടുണ്ട്. അത് ഈസാ നബിക്ക് വേണ്ടിയാണെന്ന് പറയപ്പെടുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ട്, അതിനോട് ചേർന്ന് ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ട്, അതിൻ്റെ ഇപ്പുറത്ത് അല്പ സ്ഥലം ബാക്കി കിടക്കുന്നു. അത് ഈസാ നബിക്ക് വേണ്ടിയാണെന്ന് പറയപ്പെടുന്നു. ഇപ്പൊ പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, ഈ സംഗതികളൊക്കെ നിങ്ങളെ കേൾപ്പിക്കാനുള്ള കാരണം, എന്തിനാണ് ഇമാം മഹ്ദി വരുന്നത്? എന്തിനാണ് ഈസാ നബി അലൈഹിസ്സലാം വരുന്നത്? നന്മയെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ്, തിന്മയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്. എന്തിനാ ലോകത്ത് പ്രവാചകന്മാരൊക്കെ വന്നത്? നീതി സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ്, സത്യത്തിന്റെ വിജയത്തിന് വേണ്ടിയിട്ടാണ്, മനുഷ്യരെ നന്മയിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടാണ്, മനുഷ്യർക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പ്രവാചകന്മാർ വന്നത്. ഇനി മെഹ്ദി ഇമാം വരുന്നതും അതിനു വേണ്ടി തന്നെയാണ്. മനുഷ്യർക്ക് വിമോചനം, സ്വാതന്ത്ര്യം, നന്മ, അക്രമത്തെ ഇല്ലാതാക്കൽ, ഈസാ നബിയുടെ വരവ് ഇതൊക്കെ ഒറ്റ ലക്ഷ്യമാണ്. അത് അള്ളാഹ് അവരെ ഏൽപ്പിച്ച ഡ്യൂട്ടിയാണ്. അതവർ ഭംഗിയായിട്ട് ചെയ്തുകൊള്ളും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഡ്യൂട്ടി ഭംഗിയായി ചെയ്തിട്ടുണ്ട്. ഇനി വരാൻ പോകുന്നവരും ആ ഡ്യൂട്ടി ഭംഗിയായിട്ട് ചെയ്തുകൊള്ളും. അതിൻ്റെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കയ്യും കെട്ടി നിൽക്കണോ? അവരൊക്കെ വന്നിട്ട് അവർ ചെയ്യട്ടെ, ആ റസൂലിൻ്റെ പ്രവചനം നടക്കട്ടെ, നമുക്കിങ്ങനെ കയ്യും കെട്ടി നോക്കി നിൽക്കാം, നമുക്ക് സുഖലോലുപരായിട്ട് ജീവിക്കാം, ഇതാണോ നമ്മുടെ കാഴ്ചപ്പാട്? അല്ല. അള്ളാഹു നമ്മെ ഏൽപ്പിച്ച ഡ്യൂട്ടിയുണ്ട്. ആ ഡ്യൂട്ടി ഏതാ? നന്മയുടെ മാർഗത്തിൽ, സത്യമാർഗത്തിൽ നന്മയ്ക്ക് വേണ്ടിയുള്ള പണിയെടുക്കൽ, പ്രബോധനം. ആ ദൗത്യം ഇവിടെ ഇമാം മഹ്ദിയെ നമുക്ക് അംഗീകരിക്കാൻ പറ്റണമെങ്കിൽ, ഈസാ നബി അലൈഹിസ്സലാം വരുമ്പോ നമുക്ക് ആ ഈസാ നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ പക്ഷത്ത് നിൽക്കണമെങ്കിൽ നന്മയുടെ മാർഗത്തിൽ നമ്മളും ഉണ്ടാകണം. ആ മാർഗത്തിൽ കഷ്ടനഷ്ടങ്ങളൊക്കെ സഹിക്കാൻ നമുക്കും സാധിക്കണം. അല്ലാതെ അവർ ചെയ്യും ഇവർ ചെയ്യും അല്ല, നമ്മെ അള്ളാഹ് ഏൽപ്പിച്ച ഡ്യൂട്ടി അതാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വൽ മാസത്തിൽ നമ്മൾ ഏറ്റവും അധികം അനുസ്മരിക്കേണ്ടത് പ്രവാചകൻ നയിച്ച നന്മയുടെ മാർഗത്തിലെ ഇടപെടലുകളാണ്. ആ സുന്നത്താണ് നമ്മൾ പിൻപറ്റേണ്ടത്. ആ മാർഗത്തിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തെ സമർപ്പിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.